ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാളി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മന്തി റൈസ് കൊണ്ട് ഒരു ബിരിയാണിയാണ്. നമ്മളിന്ന് കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ബിരിയാണി അരിയിൽ നിന്നും ഞാൻ മന്തി റൈസ് ആണെന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനധികം ചേരുവകൾ ആവശ്യമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണത്. അതാണ് നമ്മളുടെ ഈ മന്തി ബിരിയാണിയുടെ പ്രത്യേകത. അതിനായി മിക്സിയുടെ വലിയൊരു ജാർ എടുത്ത് അതിനകത്ത് 3 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. 6-7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട ഉണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ദയവായി ക്ഷമിക്കുക. നമ്മൾ അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വയ്ക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഉണക്കമുന്തിരി കുറച്ചിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഉണക്കമുന്തിരി നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കരിയാതെ നോക്കണേ. ഓക്കെ, ഇനി നമുക്കത് കോരിയെടുക്കാം. ഓക്കെ, എല്ലാം ഒന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി. രണ്ടും ഒരുമിച്ചിടായിരുന്നു, പക്ഷേ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയി ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ആദ്യമായുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഓക്കെ, ഇനി അതേ എണ്ണയിലോട്ട് നമുക്കൊരു സവാള കട്ട് ചെയ്തിട്ട് സ്ലൈസായി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് കോരി മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതേപോലെ ആവുന്ന രീതിക്കൊന്ന് എല്ലാം കോരിയെടുക്കാം. ഓക്കെ, ഇനി അതേ എണ്ണയിലോട്ട് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനല്ല, ഇനി അത് ബിരിയാണിക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, ഇനി അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കും. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് ഇളക്കി. നമ്മൾ സവാള ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പെടുത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ട് ഇളക്കുക കൊടുക്കുക. നല്ല രീതിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി പോകുന്ന രീതിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളകും മഞ്ഞളും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലയിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിനധികം നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാവും. ഇപ്പോൾ തന്നെ മസാലയുടെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട്. കരിഞ്ഞു പോകാൻ നോക്കണേ. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് മന്തി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഓക്കെ, കഴുകി വൃത്തിയാക്കി വെച്ച ഡ്രൈ ആക്കി വെച്ച അരിയാണ്. നമുക്കൊന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെ മന്തി ബിരിയാണിക്ക് അധികം ഇൻഗ്രീഡിയൻ്റ് ആവശ്യമില്ലാത്ത കാരണം ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബിരിയാണിയാണ് നമ്മളുടെ ഈ മന്തി ബിരിയാണി. ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ഐറ്റമാണത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇളക്കി യോജിപ്പിച്ചത് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് അളവിലായതുകൊണ്ട് ഞാൻ ഏത് ഗ്ലാസ്സിലാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ 1.5, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ,
നമുക്കിതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കൊന്നുകൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില, പുതിന ഇല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഈ സമയം ചെറിയ രീതിയിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടച്ചു വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കുക്കറിൽ ഒരു വിസിലടിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. നമ്മളുടെ മന്തി ബിരിയാണി ഇവിടെ റെഡിയാണ്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത് മേലെ കാണുന്ന മല്ലിയിലയും കാര്യങ്ങളും ഇതെല്ലാം ഒന്ന് എല്ലാവിടെയും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് വേവാണ്. എല്ലാം ഇപ്പോൾ ഓക്കെയാണ്. അരികൾ തമ്മിൽ ഒട്ടലൊന്നുമില്ല. നല്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിലേക്കാണത് മന്തി റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ല എന്ന് വെച്ചാൽ മല്ലിയില തന്നെ മതിയാവും. പുതിനയില ഉണ്ടെങ്കിൽ നല്ല മണം കിട്ടും. അതുകൊണ്ട് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ഇനി നേരത്തെ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതും കൂടെ മേലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുക്കറിലുണ്ടാക്കിയ മന്തി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക്